വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന ഒരു കിടിലൻ ഐറ്റാണ് കേട്ടോ ഇന്ന് ഷെയർ ചെയ്യുന്നത്. ഇതുവരെ നിങ്ങൾ ഇതുപോലെ കഴിച്ചു കാണില്ല. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. എല്ലാവർക്കും എന്തായാലും ഇഷ്ടമാവും. വളരെ എളുപ്പത്തിൽ നമുക്കിത് റെഡിയാക്കി എടുക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ വൈറലായിട്ടുള്ള ബൺ മസ്ക് ഒക്കെ കഴിച്ചില്ല, അതിനേക്കാളൊക്കെ എത്രയോ ടേസ്റ്റിൽ നമുക്കിത് കഴിക്കാം. അപ്പോൾ ഇത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1.5 കപ്പ് പാലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത് നമുക്ക് ഈ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഇതിലേക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് തന്നെ ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. തിളച്ചൊന്നങ്ങ് കുറുകി വരണം കേട്ടോ, ചെറുതായിട്ടൊന്നങ്ങ് തിക്കായിട്ട് വരണം. ഇപ്പോൾ 2-3 പ്രാവശ്യം ഒന്നങ്ങ് തിളച്ച് പൊങ്ങി കഴിയുമ്പോൾ തന്നെ ഇതൊന്നങ്ങ് കുറുകി വരും. ഈ ഒരു സമയത്ത് ഞാനിതിലേക്ക് ഒരു 10 അണ്ടിപ്പരിപ്പ് ഒന്ന് കുതിർത്തെടുത്തിട്ടുണ്ട് കേട്ടോ. അണ്ടിപ്പരിപ്പിന് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബദാം എടുത്താലും മതി. അപ്പോൾ ഇനി ഇത് കുതിർത്തെടുത്തിട്ടുള്ളത് നമുക്കൊന്ന് നന്നായിട്ട് അരച്ചെടുക്കണം. അരച്ചെടുത്തിട്ടുള്ള ഈ ഒരു പേസ്റ്റും കൂടെ ഇതിലേക്ക് ഈ ഒരു പാലിൻ്റെ മിക്സിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ട് ഒന്നും കൂടെ അങ്ങ് തിളപ്പിച്ച് കൊടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇത്രയും മതി കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. എന്നിട്ട് ഞാനിതിലേക്ക് ബദാമിൻ്റെ മിൽക്ക് മിക്സ് ആണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഒരു 2-3 ഡ്രോപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എത്രയാണോ ഫ്ലേവർ വേണ്ടത് അതുപോലെ കളർ വേണ്ടത് അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിൻ്റെ പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുങ്കുമത്തിൻ്റെ ഫ്ലേവറൊക്കെ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതാവുമ്പോൾ ഇതിൻ്റെ ബദാമിൻ്റെ ഒരു ഫ്ലേവറും കളറും കൂടെ വരും. അപ്പോൾ നിങ്ങൾക്ക് ഏലക്കായുടെ ഫ്ലേവറൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു ഏലക്കായ ഒന്ന് പൊടി ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഏലക്കായുടെ പൊടി ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമുക്കിതവിടെ മാറ്റി വെക്കാം. എന്നിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബണ്ണ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബണ്ണിനെ നമുക്കൊന്ന് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കണം. കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ അടിഭാഗത്തേക്ക് കട്ടായി പോകരുത് കേട്ടോ. താഴെ വരെ മാത്രം ഇതുപോലെ അങ്ങ് നീളത്തിൽ കട്ട് ചെയ്തെടുത്താൽ മതി. ഇനി ഇതിൻ്റെ ക്രോസ് ആയിട്ടും ഇതുപോലെ തന്നെ അങ്ങ് കട്ട് ചെയ്തെടുക്കാം. ഈ ഒരു രീതിയിലാണ് കേട്ടോ നമുക്ക് കട്ട് ചെയ്യുമ്പോൾ കിട്ടേണ്ടത്. അടിവശം വരെ ഈ ഒരു വര വേണം, കട്ടായി പോയരുത് അടിവശത്തേക്ക്. ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലൂടെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഒരു മിൽക്ക് ഉണ്ടല്ലോ, അത് ചൂടോട് കൂടിയിട്ട് തന്നെ അങ്ങ് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് തന്നെ അങ്ങ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഈ ഒരു ഗ്യാപ്പിൻ്റെ ഉള്ളിൽ നമ്മളിങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് ഇതിൻ്റെ ഉള്ളിലേക്കൊക്കെ ബണ്ണിൻ്റെ ഉള്ളിലേക്കൊക്കെ ഈ ഒരു മിൽക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് ഇതുപോലെ നന്നായിട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് നട്ട്സും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഐറ്റം റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാൻ. വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന ഒരൈറ്റമാണ്. ഈ ഒരു മിൽക്കും കൂട്ടിയിട്ട് ഈ ഒരു ബണ്ണും കൂടെ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും, ഫേസ്ബുക്കിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കല്ലേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്